ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക്തി. ഇന്ന് 1192 ആണ്ട് മകരമാസം 13-ാം തീയതി, അതായത് 2017 ജനുവരി മാസം 26-ാം തീയതി. ഇന്ന് വ്യാഴാഴ്ചയാണ്. നക്ഷത്രം 34 നാഴിക പൂരാടവും ബാക്കി ഉത്രാടവുമാണ്. പതിവ് പോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പമുള്ളത് നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുകയും ഒപ്പം ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങളും പരിഹാരങ്ങളും നിർദ്ദേശിച്ചുകൊണ്ട് ഒട്ടനവധി പേരുടെ ജീവിതത്തിൽ പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കി കൊടുത്ത നമ്മുടെ ഗുരുനാഥൻ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ്. വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ശർമ്മ. നമസ്കാരം. ഇന്നത്തെ കത്ത് വായിക്കാം. ബഹുമാനപ്പെട്ട കുടമാളൂർ ശർമാജി അറിയുന്നതിന് തൃക്കൂരിൽ നിന്ന് ഗോപകുമാർ അയക്കുന്ന കത്ത്. ഞാൻ ഒരു ഡ്രൈവറായി ജോലി ചെയ്തു വരുന്നു. ഞങ്ങൾ പുതിയ ഗൃഹത്തിലേക്ക് മാറിയിട്ട് 2 മാസം ആവുന്നു. ഞങ്ങളുടെ ഗ്രഹനില അറിയുന്നതിന് വേണ്ടി ആണ് ഈ കത്ത് അയക്കുന്നത്. ജാതകം ചൂടെ കൊടുത്തിരിക്കുന്നു. രേവതി നക്ഷത്രം മീനക്കൂറാണ്. മീനക്കൂർ ഭർത്താവിൻ്റെ ജാതകം 2016 ആഗസ്റ്റ് മാസം 11-ാം തീയതി മുതൽ വ്യാഴഗ്രഹം സർവേശ്വര സ്ഥാനത്തും ഇഷ്ടസ്ഥാനത്തും പുതുഗ്രഹ വസ്തു വാഹന വേഷഭൂഷണാദി യോഗസ്ഥാനത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നതിനാൽ വസ്തു, ഗ്രഹം, പുതുവാഹനം ഇത്യാദികൾ വാങ്ങുവാനും അധീനതയിൽ വരുവാനും പുരവാസവലി മുതലായതൊക്കെ വന്ന് പുതിയ ഗ്രഹത്തിൽ ജീവിക്കുവാനുമൊക്കെ ഉള്ള യോഗം ആ ഒരു പുതിയ ഗ്രഹത്തിലേക്ക് താമസമായി എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഇനി വാഹനം എടുക്കാനുള്ള യോഗങ്ങൾ ഇതെല്ലാം ഉണ്ടാവും. അതുപോലെ തന്നെ ബന്ധുജന സമാഗമം, അതായത് പിണങ്ങി നിന്നവരും ഇണങ്ങി നിന്നവരും പുതിയ ബന്ധുക്കളും എല്ലാം ഉണ്ടാവുകയും പുതുഗ്രഹം കാണാനായിട്ട് വരികയും അവർക്ക് ആഹാരാദി കാര്യങ്ങളൊക്കെ സന്തോഷകരമായിട്ട് കൊടുക്കുകയും അതുപോലെ തന്നെ വിശിഷ്ട വ്യക്തികൾ ഭവനത്തിൽ വന്ന് സമ്മേളിക്കാനുള്ള യോഗങ്ങളും അതുപോലെ തന്നെ പ്രഭുജനങ്ങളുമായിട്ട് ബന്ധപ്പെടാനുള്ള യോഗങ്ങളും വാഹനമായിട്ടില്ലേ അതിന് വേണ്ട ലോൺ കാര്യങ്ങളൊക്കെ എടുത്ത് പുതിയ വണ്ടി പുതിയ പെരയിൽ വരാനുള്ള കാർപ്പോച്ചിൽ വരാനുള്ള യോഗങ്ങളും കുടുംബത്തിൽ ഏതെങ്കിലും ഉറ്റവരോ ഉടയവരോ ആയിട്ട് വിവാഹം കഴിക്കാതെ നിൽക്കുന്നവർക്ക് അതിനുള്ള ഭാഗ്യാനുഭവങ്ങളും പുതിയ പുതിയ വരുമാന ഉറവിടങ്ങൾ ഏതെങ്കിലും തരത്തിലൊക്കെ വരാനുള്ള യോഗങ്ങളും തുടങ്ങവേ വരുന്ന 2017 ആഗസ്റ്റ് മാസം മുതൽ അഷ്ടമവ്യാഴം എടുക്കുകയാണ്. ചുരുക്കത്തിൽ ആരോഗ്യപരമായിട്ട് കുറച്ച് മോശവും സാമ്പത്തികപരമായ കുറച്ച് അധിക ചെലവുകളും ഉണ്ടായിരുന്ന വരുമാന ഉറവിടം സംബന്ധിച്ച് ഒരു മങ്ങൽ ഉണ്ടാകുകയും വീണ്ടും ഒരു 1-2-3 കൊല്ലത്തേക്കിന് ശാരീരികവും സാമ്പത്തികവും ആയിട്ടുള്ള പലവിധ ക്ലേശാനുഭവങ്ങളും ഈ രാശിക്കാർക്ക് ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട്. ആയതിനാൽ ഇപ്പോൾ സാമ്പത്തികമൊക്കെ ഒന്ന് ചുരുക്കിപ്പിടിച്ച് സമ്പാദ്യാദികളൊക്കെ ഒന്ന് വർദ്ധിപ്പിക്കുക, ആരോഗ്യപുഷ്ടി വരുത്തുക, രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുക, ചെക്കപ്പൊക്കെ ചെയ്യുക, പുതിയ ഭവനത്തിന് വേണ്ടി ഇനി കൂടുതൽ കാശുകൾ മുടക്കാതിരിക്കുക. ഒരു അടുത്ത 2-2.5 കൊല്ലത്തേക്ക് സാമ്പത്തിക ടൈറ്റ് വരാൻ സാധ്യതയുള്ളതിനാൽ നന്നേ ചുരുക്കിപ്പിടിക്കുക ഇത്യാദി കാര്യങ്ങളും. ഉത്രാട നക്ഷത്രമാണ് ഭാര്യയുടെ രാശി കാണുന്നത്. ധനുക്കുവാണ്. ഉത്രാട നക്ഷത്രം ധനു രാശിയാണ്. ഈ രാശിക്കാർക്ക് വരുന്ന മാസം 28-ാം തീയതി മുതൽ ഏഴര ശനിയുടെ ഒരു ഏഴര കണ്ടകശനി, അതായത് ഏഴര ശനിയിൽ ജന്മശനിയും കൂടി വരുന്ന കാലം ഏഴര കണ്ടകൻ എന്നറിഞ്ഞുകൊള്ളുക. അതായത് 7.5 വർഷത്തേക്കിനാണ് ശനി ആ ദോഷം വരുന്നത്. 7.5 വർഷം ഇരുന്നുണ്ണും ഇരന്നു വാഴും, ഒടിവ്, ചതവ്, മുറിവ്, പൊള്ളൽ, ശസ്ത്രക്രിയ ഇത്യാദികളും, കടബാധ്യതകൾ അല്പസ്വല്പം കയറി വരാനുള്ള സാഹചര്യങ്ങളും, ഭർത്തൃക്ലേശം, പുത്രക്ലേശം, പുത്രിക്ലേശം, സ്വർണം മുതലായവ സംബന്ധിച്ച് വിലപിക്കേണ്ടി വരുന്ന കാലവും, പൊത്തിലൊളിക്കും പാത്ത് നടക്കും പതുങ്ങി നടക്കും പഴികേക്കും, പാത്തും പതുങ്ങിയും നടക്കേണ്ട കാലവും പതുങ്ങിയും ഒളിച്ചും സഞ്ചരിക്കേണ്ട കാലവും പഴികേക്കോ പ്രതിഷ്ഠാനമോ ആകേണ്ട കാലവും, പുത്രൻ്റെ ക്ലേശം, പുത്രിയുടെ ദുഃഖം, മക്കളെ സംബന്ധിച്ച് ക്ലേശിക്കേണ്ട എല്ലാവർക്കും ക്ലേശമുണ്ട്, ഒരല്പം കൂടും എന്നർത്ഥം. പൊന്നിൻ്റെ ദുഃഖം, പ്രതാപ ദുഃഖം, സ്വർണം മുഴുവൻ ലോക്കറിൽ പോവുകയോ അത്യാവശ്യ സമയത്ത് സ്വർണം പണയം വെക്കാനോ വിൽക്കാനോ നിവൃത്തിയില്ലാതെ ഓടി നടക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു കാലം. അല്ലെ സ്വർണം നഷ്ടപ്പെടുകയോ സ്വർണം ഹേതുവായി ദുഃഖിക്കേണ്ടി വരികയോ ഏതർത്ഥത്തിലും പൊത്തിലൊളിക്കും പാത്ത് നടക്കും പതുങ്ങി നടക്കും പഴികേക്കും, പഴി പരസ്പരം ഉണ്ടാകുക.
അല്ലെങ്കിൽ സിവിൽ ക്രിമിനൽ സംബന്ധമായിട്ടുള്ള ഏതെങ്കിലും ഒരു പെറ്റി കേസ് അല്ലെങ്കിൽ ഒരു പ്രതിസ്ഥാനം വരേണ്ട കേസ്, വൈദ്യൻ ഡോക്ടർ ബന്ധപ്പെടുകയോ സ്ഥിരമായി രോഗങ്ങൾക്ക് വേണ്ടി മരുന്ന് കഴിക്കുകയോ വീട്ടിലെ ഒരു അലമാര ഒരു മെഡിക്കൽ ഷാപ്പായി മാറുകയോ പ്രതി അല്ലെ പഴി പട്ടികയിൽ വരികയോ പൊന്ന്, സ്വർണം, ഭർത്താവ്, കുട്ടികൾ ഇവ സംബന്ധിച്ച് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ അല്ലെങ്കിൽ അല്പം കൂടെ വിഷമിക്കേണ്ടി വരികയോ അതുപോലെ തന്നെ ബന്ധുജനങ്ങളിൽ നിന്നും സ്വന്തം ജനങ്ങളിൽ നിന്നും അമർഷം രൂപപ്പെട്ടിട്ട് അതിൽ വിഷമിക്കുകയോ ഒക്കെ ചെയ്യാവുന്ന ഒരാകത്തുകയാണ് അടുത്ത ഒരു 5 കൊല്ലം കാണുന്നത്. അതിൽ ഇപ്പോഴത്തെ സമയമാണ് ഒരു വലിയ കുഴപ്പമില്ലാതെ വരുന്നത്. എങ്കിലും വരുന്ന മാസം മുതൽ ഈ ശനിദോഷം നിൽക്കുന്നതിനാൽ ശനിയാഴ്ച ദിവസം ഉപവസിക്കുക, ശാസ്താഭജനം, ശിവഭജനം എന്നിവ നടത്തുക. വരുന്ന ആഗസ്റ്റ് സെപ്റ്റംബർ മാസം മുതൽ ഭർത്താവ് വിഷ്ണുഭജനം നടത്തുക. ദേവാനാം ജഗക്ഷീണാം ജഗുരും കാഞ്ഞനസന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തങ്കുരും പ്രണതോസ്മികം എന്ന സ്തോത്രങ്ങളെ കൊണ്ട് വ്യാജപ്രീതികരങ്ങളായ പുഷ്പാർച്ചനകൾ വിഷ്ണു ഭഗവാങ്കൽ അർപ്പിക്കുകയും വ്യാഴാഴ്ച ദിവസം ഒരിക്കൽ എടുക്കുകയും യഥാവിധി മത്സ്യമാംസാദികളൊക്കെ ഒഴിവാക്കി കഴിവതും സസ്യാഹാരത്തോടുകൂടി വ്യാഴാഴ്ച നോയമ്പുകളും നീലാഞ്ജന സമാനാഭം രവിപുത്രം യമാഗ്രജം ഛായ മാർത്താണ്ഡ സംഭൂതം തന്നമാമി ശനീശ്വരം. ശനിപ്രീതികരങ്ങളായിരിക്കുന്ന ശനിസ്തോത്രങ്ങളെ കൊണ്ട് ശനിയാഴ്ച ദിവസം നീലാഞ്ജനം, നെയ്വിളക്ക് മുതലായ ശനി പൂജാതി കർമ്മങ്ങൾ ഭാര്യാസ്ഥാനവും ചെയ്ത് മുന്നോട്ട് പോകുക. ദോഷകാഠിന്യങ്ങൾ മാറും. ഏതായിരുന്നാലും ഒരു പുതിയ ഗ്രഹം, ഒരു പുതിയ വസ്തു, ഒരു പുതിയ വാഹനം, ഒരു കുടുംബത്തിലൊരു പുതുജന്മം ഇത്യാദികളൊക്കെ ഉണ്ടാവുകയും അവ സംബന്ധിച്ച ചെലവുകൾ വന്നുകൂടുകയും അവ പരിഹരിക്കപ്പെടുകയും അവയ്ക്ക് വേണ്ട പ്രായശ്ചിത്താനുകർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് വരികയും ചെയ്യേണ്ടതായ ഒരു സൃഷ്ടി, അത് സ്ഥിതി ചെയ്യാൻ വേണ്ട കഷ്ടപ്പാട്, അത് സംഹരിക്കാതിരിക്കാൻ കുറേ കൂടെ നീണ്ടു പോകുവാൻ, അത് നീണ്ട് കാത്തു സൂക്ഷിക്കുവാൻ വേണ്ട പ്രയത്നത്തിന് വേണ്ട ഊർജം ഇത്രയും സംഭവിക്കാനുള്ള ഒരു പ്രതിജ്ഞാബദ്ധമായ ഒരു സമയമാണ് ഒരു പുതിയ ആരൂഢം ഉണ്ടാവുക. ഏതായാലും ഒരു ഡ്രൈവറെ സംബന്ധിച്ചൊരു പെരയുണ്ടാകുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അതിൻ്റെ പിന്നാക്കം ഉള്ള കാര്യങ്ങളും മുന്നാക്കമുള്ള പ്രതിവിധികളുമാണ് പറഞ്ഞത്. ഇതൊക്കെ സംഭവ്യമാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഇതിൽ നിന്നെല്ലാം പ്രതിവിധികൾ ചെയ്ത് നേരെയാകും എന്നും ഗ്രഹനിലയെ കാണുന്നുണ്ട്. അതുകൊണ്ട് സധൈര്യം മുന്നോട്ട് പോകാം. ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമാജിയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്. നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം വാസ്തുശാസ്ത്രവുമായി. ദേവാമൃതം